പ്രിയമുള്ളവരെ, ഇന്ന് രാഷ്ട്രീയക്കാർ തമ്മിലുള്ള മത്സരത്തെക്കാളേറെ ചാനലുകൾ തമ്മിൽ മത്സരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു കുടുംബത്തിലേക്ക് എത്തി നോക്കിയാലോ, ഈ ചാനലുകൾ കാണാൻ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ അതിലേറെ മത്സരമാണ്. ഇതാ 24 മണിക്കൂറും TV കാണുന്ന TV ഭ്രാന്തനായ ഒരു വ്യക്തിയുടെ കുടുംബത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാലോ. നമുക്ക് ഏകാന്തതയാണ് ആവശ്യം. പണ്ട് ബിസ്ക്കറ്റ് കച്ചവടം. നേരം വെളുത്തില്ല, അതിനു മുമ്പേ ഈ കാലമാണ് TV കാണാൻ തുടങ്ങി. എന്റെ പൊന്നു ദൈവമേ, ഇതുപോലൊരു മടിയനായ മനുഷ്യനെയാണല്ലോ നീ എന്റെ തലയിൽ ഭർത്താവായി കെട്ടിവെച്ചത്. എത്തിയല്ലോ നാഗവല്ലി. ഈ വീട്ടിൽ എന്ന് TV മേടിച്ചോ അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം. ഒരു പണിക്കും പോവാതെ അതിന്റെ മുമ്പിൽ കയറി കുത്തിയിരിക്കുന്ന കണ്ടില്ലേ? ഇന്ന് ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. ദേ, ഇന്നത്തോടെ നിർത്തിക്കോണം നിങ്ങളുടെ ഈ TV കാണല്. എടി, നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു വഴക്കിന്റെ ആവശ്യമുണ്ടോ? ഈ TV കാണലല്ലാതെ എന്തെങ്കിലും ഒരു പണി നിങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ടോ? ഞാൻ എന്തിനാണ് ഈ പണിയെടുക്കുന്നത്? എല്ലാത്തിനും ഇവിടെ ആള് വരുന്നുണ്ടല്ലോ. ആളോ? എത്ര തിരക്കായാലും ടോയ്ലറ്റ് കഴുകാൻ സീരിയൽ നടന്മാർ ഓടിയെത്തും. ജ്വല്ലറി പോയാ സ്വർണ്ണം എടുത്തു തരാൻ വരെ സിനിമാ നടന്മാരുണ്ട്. പോരാത്തതിന് പല്ല് തേപ്പിക്കാൻ അടക്കം ഉപ്പുള്ള ടൂത്ത് പേസ്റ്റുമായി പെണ്ണുങ്ങളും വരും. പിന്നെ ഞാൻ എന്തിനാടി മോളെ പണിയെടുക്കുന്നത്? നീ അറിവോട്ടിക്കന്നേ, ഞാനിനി TV ഒന്ന് കാണട്ടെ. മനുഷ്യ, പണിക്ക് പോവാതെ ഇനി നിങ്ങൾ ഈ TVയുടെ മുമ്പിൽ കയറി കുത്തിയിരുന്നാലേ ഞാൻ ഈ TV തല്ലി പൊട്ടിക്കും. ആഹാ, ഞാനിവിടെ ചുമ്മാ ഇരിക്കുവാടി. ഇനിയിപ്പോ ഒരൊറ്റ പണിയുള്ളൂ. നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ട് സുഖമായിട്ട് കിടന്നങ്ങുറങ്ങാം. പെണ്ണെ, നിന്നെ ഈ വിധമാക്കിയതാരോ? അയ്യോ, ഇത്രയൊക്കെ പറഞ്ഞിട്ടും കിടന്നുറങ്ങണ കണ്ടില്ലേ? മടിയൻ, നിങ്ങളെ ഞാനിന്ന് ശരിയാക്കി തരുന്നുണ്ട്. ഈശ്വര, എന്റെ തലയിലെടുത്ത് ഇതായി പോയല്ലോ. ഇനി ഇങ്ങരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ, ഞാൻ പോവുക. മനസ്സിലായില്ല മകനെ. മനുഷ്യന്റെ മനസ്സിനും ശരീരത്തിനും വിശ്രമം നൽകുന്ന നിദ്രാവേളകളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും സ്വപ്നരൂപത്തിൽ കാണിക്കുന്ന സ്വപ്നദേവനാണ് നാം. അങ്ങനെയാണ് എന്റെ ദൈവം തമ്പുരാനെ. എനിക്ക് കുറെ ആഗ്രഹങ്ങൾ നടക്കാനുണ്ടായിരുന്നല്ലോ. മകനെ, നിന്റെ ആഗ്രഹങ്ങൾ എന്തു തന്നെയായാലും പറഞ്ഞുകൊള്ളൂ. അവയെല്ലാം നിനക്ക് സ്വപ്നത്തിലൂടെ അനുഭവിക്കാം. അങ്ങനെയാണെങ്കിൽ എന്റെ സ്വപ്നദേവ, എനിക്ക് ഫുൾ ടൈം TV പരിപാടികൾ കാണണം. മാത്രമല്ല, അതിലുള്ള കഥാപാത്രങ്ങളുടെ കൂടെ ആടുകയും അഭിനയിക്കുകയും ഒക്കെ ചെയ്യണം. നിന്റെ ആഗ്രഹം പോലെ തന്നെ സംഭവിക്കട്ടെ. തഥാസ്തു. മാന്യ പ്രേക്ഷകർക്ക് യുവർ ചോയ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, ആരാണ്? ബീരാനാണ്. ഓ, ബീരാനിക്കയാണോ? പരിപാടിയൊക്കെ കൊള്ളാവോ? പരിപാടി കൊള്ളൂല, പക്ഷെ നിന്നെ കണ്ടോണ്ടിരിക്കാൻ കൊള്ളാട്ടാ. ഇക്കക്ക് ഏത് പാട്ടാണ് വേണ്ടത്? പാട്ടൊന്നും വേണ്ട, നിന്നിങ്ങനെ കണ്ടോണ്ടിരുന്നാ മതി. അയ്യോ, അത് പറ്റില്ല. നിർബന്ധമാണെങ്കി ഞമ്മക്കൊരു ഉമ്മ തന്നാ മതി. അനാവശ്യം പറഞ്ഞാലുണ്ടല്ല, പ്രായത്തിൽ മൂത്താണെന്ന് ഞാൻ നോക്കല്ല. ഒരു സ്വഭാവം ശരിക്കും അറിയില്ല നിങ്ങക്ക്. എങ്കിൽ നമ്മുടെ കൊച്ചു മോഞ്ചേല് ഫോൺ കൊടുക്കാം. ഹലോ ഹലോ, ഞാൻ ടിന്റുമോനാ. ആഹാ, ടിന്റുമോനാണോ? ടിന്റുമോൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? ഞാൻ 3ാം ക്ലാസ്സിലാ. ചേച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. ആണോ? താങ്ക്സ് കുട്ടാ. എനിക്കൊരു ഉമ്മ തരോ? പിന്നെന്താ, തരാലോ. ഉമ്മ. ഒരെണ്ണം കൂടി. ഉമ്മ മതിയോ? ഇനി 3 കൂടി. ഉമ്മ 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 മതിയോ? മതി പെണ്ണെ, തൃപ്തിയായട്ടാ. മോനെവിടെ? മോന്റെ സൗണ്ടിൽ സംസാരിച്ചത് ഞമ്മളാണ്. നിന്റെ ഉമ്മ സൂപ്പറാണ് കേട്ടാ. അവളുടെ കളി ഞമ്മളോടെ. അപ്പൊ ബീരാനിക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സൂപ്പർ ഉമ്മ, അല്ലല്ല, ഒരു സൂപ്പർ പാട്ട് വെച്ച് തരാം.
ദൈവമേ, എന്റെ മകൾ ചീത്ത വഴിക്കൊന്നും പോകാതെ അവൾക്ക് അന്തസ്സും തറവാടിത്തവുമുള്ള ഒരു ചെറുക്കനെ ഭർത്താവായി കിട്ടണേ. ശരി, തഥാസ്തു. ദൈവമേ, എനിക്ക് ബൈക്കിൽ ചെത്തി നടക്കാനും കറങ്ങിയടിക്കാനും 10 കാശുള്ള ഒരുത്തനെ കാമുകനായി കിട്ടണേ. ശരി. ദൈവമേ, ഇപ്പൊ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് പോയ പെൺകുട്ടിയെ തന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ അവസരമുണ്ടാക്കി തരണമേ. പ്രാർത്ഥിക്കുവാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. ബൈക്കൽ മാർക്ക് അഗർബത്തികൾ. പ്രേക്ഷക ലക്ഷങ്ങളെ ഉദ്വേഗത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പാതിവൃത്യത്തിന്റെ പൊരുളറിഞ്ഞ നിങ്ങളുടെ സ്വന്തം പരമ്പര തോന്നിയ സമയത്ത് നിങ്ങളുടെ സ്വന്തം ചാനലിൽ തിങ്കൾ മുതൽ വെള്ളി വരെ. എടി, നീ എന്നെ വഞ്ചിക്കുകയായിരുന്നല്ലേ? എങ്ങനെ? ഞാനില്ലാത്ത സമയത്ത് നിന്റെ കിടപ്പുമുറിയിലേക്ക് മറ്റൊരാളെ നീ വിളിച്ചു കയറ്റിയില്ലേ? എങ്കിൽ ഞാനല്ല, ചേട്ടനാണ് എന്നെ വഞ്ചിച്ചത്. ഞാനും? എന്താണ് നീ പറയുന്നത്? അതെ, ഒരാഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് ടൂറിന് പോയ ചേട്ടൻ ടൂർ ക്യാൻസൽ ചെയ്ത് പിറ്റേ ദിവസം വന്ന് എന്നെയാണ് വഞ്ചിച്ചത്. അതെ, സുമംഗലി പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാൻ നേരത്തെ വരാൻ പാടില്ലായിരുന്നു. ക്ഷമിക്കു സുമേ, ഞാനാണ് തെറ്റുകാരൻ. നിങ്ങൾക്കറിയാമോ, ഞാൻ ഒരാളെ സ്നേഹിച്ചു, മറ്റൊരാളെ വിവാഹം കഴിച്ചു, വേറൊരുത്തന്റെ കുട്ടിയെയും പ്രസവിച്ചു. 4-മതും എനിക്കൊരു ജീവിതമില്ലേ? നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് അറിയാമോ? പാതിവ്രത. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ നട്ടപ്പാതിരയ്ക്ക് പാതിവ്രത. ടിവിയും പോയി, ഫ്രിഡ്ജും പോയി, എസിയും പോയി, എല്ലാം പോയി. വീട്ടിൽ സി കാർഡ് സ്റ്റെബിലൈസർ ഉണ്ടോ? ഇല്ല. നന്നായി. അതെന്താ? ഉണ്ടെങ്കിൽ അതും കൂടി പോയേനെ. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ന്യൂ പാകിസ്ഥാൻ മാർബിൾസ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ന്യൂ കേരള മാർബിൾസ്. പണിക്കൂലി സൗജന്യം. നമസ്കാരം, ഞാൻ രാമചന്ദ്രൻ, 35 വയസ്സ്, കല്യാണം കഴിച്ചിട്ടില്ല. പ്രധാന വാർത്തകൾ. പാപ്പാനുമായി വാക്കേറ്റം നടത്തിയ മുണ്ടക്കൽ ശേഖരൻ എന്ന കൊമ്പനാനയുടെ മതം മാറി. മതം മാറിയ കൊമ്പനാന നാളെ പൊന്നാനിയിൽ നിന്നും നാട്ടിൽ തിരിച്ചെത്തും. ഒളിമ്പിക്സ് വാർത്തകൾ. ബീജിംഗിൽ നടന്ന ഓട്ട മത്സരത്തിൽ കേരളത്തിൽ നിന്നുള്ള ബിനി പി.ടിക്ക് സ്വർണം ലഭിച്ചു. കിട്ടിയ സ്വർണം ഉടമസ്ഥന് തിരികെ കൊടുത്ത് വിനു സത്യസന്ധതയ്ക്ക് മാതൃകയായി. ട്രാക്കിൽ കിടന്നാണ് ജപ്പാൻകാരന്റെ 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ അരഞ്ഞാണം വിനുവിന് കളഞ്ഞു കിട്ടിയത്. ഒളിമ്പിക്സിൽ നടന്ന ഷൂട്ടിംഗ് മത്സരത്തിൽ ഇന്ത്യക്ക് സ്വർണം നഷ്ടപ്പെട്ടു. റഫറിക്ക് ഒരു കണ്ണും. വാർത്തകൾ അവസാനിക്കുന്നില്ല. നന്ദി, നമസ്കാരം. Tonight, it's the guns in their sights, but Sunday it against all odds. Lethal consequences. Tonight, it's the guns in their sights, but Sunday it against all odds. Lethal consequences from Khalid to regain the Team World Tag Team Championship for this അയ്യോ, രക്ഷിക്കണേ, ആരെങ്കിലും ഓടി വരണേ, ഒരു സായിപ്പനെ പൊക്കി എടുത്തോണ്ട് പോടാ. രക്ഷിക്കണേ, അയ്യോ, അയ്യോ. ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. ഉണർന്നിരിക്കുമ്പോഴും മനസ്സമാധാനം തരത്തില്ല, ഉറക്കത്തിനും തരത്തില്ല. വല്ല സ്വപ്നം കണ്ട് മനുഷ്യനെ കൂടെ പേടിപ്പിക്കാൻ ഇങ്ങനെ ഇന്ന് ഞാൻ. അയ്യോ, രക്ഷിക്കണേ. സ്വപ്നമായിരുന്നോ? ചമ്മിപ്പോയല്ലോ. എന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയില്ല. എടി, സ്വപ്നമായിരുന്നെങ്കിലും കാണാൻ എന്ത് രസമായിരുന്നു അറിയാമോ? എന്താ സ്വപ്നം? എടി, ടിവിയിലെ കംപ്ലീറ്റ് പരിപാടികളല്ലേ ഞാൻ കണ്ടത്. എന്റെ ദൈവമേ, എടി, ദൈവത്തെ വിളിക്കണ്ടടിയേ. ആ ദൈവം തന്നെയാണ് എന്നെ സ്വപ്നം കാണാൻ സഹായിച്ചത്. ഇനി ഇതുപോലുള്ള എന്തെങ്കിലും ഭ്രാന്ത് കാണിച്ചാലേ നിങ്ങളെ ഞാൻ ഭ്രാന്താശുപത്രി കൊണ്ടിടും, പറഞ്ഞേക്കാം. എന്നാലും എത്ര നല്ല പരിപാടികളാ ഞാൻ കണ്ടത്. ഞാൻ പോണു, എനിക്ക് വേറെ പണിയുണ്ട്. പണിയൊക്കെ അവിടെ നിക്കട്ടെ. ഇപ്പോഴല്ലേ ടി വി ലയ്യടാ സ്റ്റാർ സിംഗർ. എന്റെ പൊന്നു മോളാ ടി വി എന്ന് വെച്ച്. മോനെ ശോകദാസ്, അടിപൊളിയായിരുന്നു കേട്ടോ. മോൻ സൂപ്പറായിട്ട് പാടി കുട്ടാ. ആ പല്ലവി ആദ്യത്തെ 4 ലൈൻ മോനെ അത് മഹാ മോശമായിപ്പോയി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞുള്ള അനുപല്ലവി ആ 4 ലൈൻ അത് മോൻ മൊത്തം പിച്ചൗട്ടായിരുന്നു മോനെ കുട്ടാ. പിന്നെ ബാക്കിയുള്ള വരികൾ അതാര് കേട്ടാലും പറയും മൊത്തം കുളമായി പോയി മോനെ. അങ്ങനെ മൊത്തത്തിൽ സംഗതികളൊന്നും വന്നില്ല കൂട്ടാ. മോന്റെ പാട്ട് സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അതുകൊണ്ട് ഇന്നിവിടെ പാടി എല്ലാവരും കൂടെ ചേർന്ന്
ഒരു പാട്ട് പാടി നമുക്കിത് അടിച്ചു പൊളിക്കാം.